Finally, he got double the dhamaka. അടിച്ചു മോനെ കിലുക്ക. ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ എക്സൈറ്റിംഗ് വ്ലോഗ്. എന്റെ കൂടെയുള്ള ആളെ എവിടെയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ദേ ഇവിടെ ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എക്സൈറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഞങ്ങളുടെ മിറർ ഹൗസ് വ്ലോഗ് നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. സോ അന്ന് ആ വ്ലോഗ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ജലീല മാം ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു റാഫിൾ ഡ്രോ കോൺടെസ്റ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ശരിക്കും റാഫിൾ ഡ്രോ കോൺടെസ്റ്റ് അല്ല, ഇവിടെ കുവൈറ്റിൽ ഉള്ള ആർട്ടിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാരിറ്റി കോൺട്രിബ്യൂഷൻ ആയിരുന്നു. യെസ്. അപ്പം ആ കോൺടെസ്റ്റിന്റെ എന്താ പറയുക, വിന്നേഴ്സിനെ അനൗൺസ് ചെയ്തു. നോക്കിയപ്പം ഞങ്ങളും ഉണ്ട് ആ വിന്നേഴ്സിന്റെ ലിസ്റ്റിൽ. സോ വി ആർ ഗോയിങ് ടു കളക്ട് ദാറ്റ് പ്രൈസ്. അപ്പം വെൽക്കം ടു പ്രിയങ്ക പ്രജിത് വ്ലോഗ്സ്. ഹായ്. ഹലോ, ഹൗ ആർ യു? മിറർ ഹൗസിന്റെ ഗിഫ്റ്റ് ഷോപ്പിൽ ജലീല മാം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ ടിക്കറ്റ് സബ്മിറ്റ് ചെയ്തു. ഈ റൂം ഫുൾ ഓരോരോ ആർട്ട് വർക്ക്സ് ആണ്, വിച്ച് ഈസ് ഓപ്പൺ ടു ഓൾ ഫോർ പർച്ചേസിംഗ്. ജലീല മാം നമ്മുടെ പ്രൈസ് എടുക്കാൻ പോയതാണ്. Yes. Finally, he got double the dhamaka. Double dhamaka. You're the one who should be here. No, do one with you, one with him. No, actually, both of the boxes are on his names. See, he's damn lucky. Yeah, but one of them, I don't know if he'd wear. Okay, wait. I can do one thing. Wait. She wants me to be also in the camera, so thank you so much, ma'am. Of course. And where is Madam, ma'am? Congratulations. You see this? So, gifts are on the way. I think Prajit Kovalan is going to be having a lucky year. എന്താ പറയുക, 2 ഗിഫ്റ്റും ഏട്ടൻ്റെ പേരിലാണ് കിട്ടിയിരിക്കുന്നത്. സി, ഇറ്റ്സ് പ്രജീത് ആൻഡ് പ്രജീത്. Yes. ഞാൻ അത്ര ലക്കി അല്ലെന്ന് തോന്നുന്നു, എന്റെ പേരിൽ ഒന്നും അടിച്ചിട്ടില്ല. We took 2 tickets. സോ ഏട്ടന്റെ ഇപ്പോഴത്തെ കറണ്ട് മൊമെന്റ് ഞാൻ പറഞ്ഞുതരാം, നോക്കട്ടെ. ഹോൾഡ് യുവർ പ്രൈസസ്. സോ ഏട്ടന്റെ ഇപ്പോഴത്തെ ഒരു ഇമോഷൻ എന്താന്ന് വെച്ചാൽ ഞാൻ പറയാം. അടിച്ചു മോനെ കിലുക്കത്തില് ജഗതി അല്ലല്ലോ, ആരാണ്? ഇന്നസെന്റിന്റെ സ്ഥിതിയായിരിക്കും. സോ ഫൈനലി ഹി ഈസ് വിന്നർ ഫോർ ഡബിൾ ദ ധമാക്ക. എനിക്ക് ആദ്യമായിട്ടാണ് തോന്നുന്നത് ഒരു പ്രൈസ് അടിക്കുന്നത്. എനിക്ക് സ്കൂളിലൊക്കെ എന്താ പറയുക, സ്കൂളിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനത്തെ ഗെയിംസ് ഒക്കെ കളിച്ചാൽ എനിക്ക് എപ്പോഴും അടിക്കാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ മിസ്സായത് 2 ഏട്ടൻ്റെ പേരിൽ. ഓ മൈ ഗോഡ്. അല്ല, ആദ്യമായിട്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് എത്രയോ സംഭവങ്ങൾ മിസ്സായിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുവൈറ്റിലൊക്കെ ഒത്തിരി കോൺടെസ്റ്റിനൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലേ, എല്ലാത്തിനൊന്നും അടിച്ചിട്ടില്ലല്ലോ. ഇപ്പം യാഹാല എന്തൊക്കെയുണ്ട്, നിങ്ങളെല്ലാവരും യാഹാല കോൺടെസ്റ്റിൽ ആരെങ്കിലും വിന്നർ ആയിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ, ജലീല മാം ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ജലീല മാം പറഞ്ഞു, ഞാൻ ഫുൾ ലൈറ്റ്സ് ഇട്ട് തരാം, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വ്യൂ എന്ന്. മാം ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. ലൈറ്റ്സ് എല്ലാം ഓണായി, കാണാനൊരു രസമൊക്കെയുണ്ട്. രാത്രിയിലായിരുന്നെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായേനെ. അന്ന് ഞങ്ങൾ മിറർ ഹൗസിൽ വന്നത് ഡേ ടൈമിലായിരുന്നു കേട്ടോ. സോ ഇത് ഇപ്പം ഈവനിങ് ടൈമാണ്. അപ്പം ഡേ ടൈമിൻ്റെ വെച്ച് നോക്കുമ്പം ഒന്നും കൂടി ഡിഫറെൻ്റ് ആണ് ലൈറ്റ്സ് വന്നപ്പോൾ കേട്ടോ. ഈവനിങ് ടൈമിൽ ഇവർ ഈ ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്യുമ്പം ഈ മിറേഴ്സിൻ്റെ മേലെ ഒരു റിഫ്ലക്ഷൻ വരുന്നുണ്ട്, ഒരു ഗ്ലോ. അത് ക്യാമറയിൽ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നൈറ്റ് എഫക്റ്റ് കാണാൻ വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ വിഷുതലേന്നായതുകൊണ്ടും പിന്നെ നെക്സ്റ്റ് ഡേ വർക്കിംഗ് ഡേ ആയതുകൊണ്ടും ഞങ്ങൾക്ക് അധിക സമയം അവിടെ സ്പെൻഡ് ചെയ്യാനില്ലായിരുന്നു.
കുറച്ചും കൂടി രാത്രി ആയിരുന്നേൽ ആ സ്ട്രീറ്റിലെ ഈ ഒരു വീട് എങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നെന്ന് കാണാമായിരുന്നു. ദേ അവിടെ ആ റൈറ്റ് ഹാൻഡ് കോർണറിൽ ഒരു യൂണിക്കോൺ നിങ്ങൾ കണ്ടോ? നൗ ഇറ്റ്സ് അൺബോക്സിംഗ് ടൈം. മിറർ ഹൗസിന് മുന്നിൽ വെച്ച് തന്നെ ഈ ഒരു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാന്ന് വെച്ചു. സോ ഏട്ടാ, എന്താണ് പ്രൈസ് അടിച്ചത്? ഫസ്റ്റ് വൺ എന്താ നോക്കട്ടെ. വാവ്, ഓക്കെ, ദിസ് ഇസ് സ്റ്റോൺസ് ഹാൻഡ് മെയ്ഡ് ജ്വല്ലറി. ഇത് ജലീല മാമിന്റെ ബിസിനസ് ആണ് അല്ലേ? സോ എന്താ നോക്കാം അല്ലേ, ഹാൻഡ് മെയ്ഡ് ജ്വല്ലറിയിൽ എന്താ ഇരിക്കുന്നതെന്ന്. ഓപ്പൺ ഇറ്റ്. നോക്കട്ടെ. ഇത് റിസ്ബാൻഡ് പോലത്തെ ഇതാണോ? അല്ല, ഇത് ഹെയറിന്റെ ആണ്. ഇതെന്തോ ഒരു മാല. ഇത് സ്റ്റോണാ, മാലയാണല്ലേ? ഇതിന്റെ ഇതുണ്ട്, എന്ത് സ്റ്റോൺ ആണെന്നുള്ളത്. സെർപെന്റൈൻ. അത് ഇതല്ലേ, സ്നേക്സ് റിലേറ്റഡ് ആണോ ആണെന്ന് തോന്നുന്നു. എന്താണ്? ഐ ആം വെരി ക്യൂരിയസ് അബൌട്ട് ഇറ്റ്. ഇത് നമുക്ക് കാറിലും തൂക്കാൻ തോന്നും. ആണോ? നോട്ട് ഓൺലി ആസ് മാല. സോ ഇതാണ് ആ മാല. നോക്കട്ടെ വെയിറ്റ് നോക്കട്ടെ. ഇതിന്റെ സ്റ്റോണ് കണ്ടോ? ഒരു വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. മിനിറ്റ്, അത് കിട്ടുന്നില്ല, ഫോക്കസ് ആവുന്നില്ല. ഇതാണ് ആ മാല, ഇതാണ് അതിന്റെ സ്റ്റോൺ കേട്ടോ, സെർപെന്റൈൻ സ്റ്റോൺ. ഇതെല്ലാം ഇമ്പോർട്ട് ചെയ്യുന്ന സ്റ്റോൺസ് ആണ്. ഇതൊരു ഒറിജിനൽ ഇമ്പോർട്ട് ചെയ്യുന്നതാണെന്നോ അന്നാ പറഞ്ഞത്. കൊള്ളാട്ടോ, നല്ലൊരു ഷെയ്ഡൊക്കെയാണ്. ഓക്കെ, ആ സ്റ്റോൺ റിലേറ്റഡ് ഇൻഫോർമേഷൻ ഒക്കെ ഈ ഒരു കാർഡിൽ അവർ തന്നിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് ഗിഫ്റ്റ്. ഇത് ഇവരുടെ ഇൻസ്റ്റാ പേജ് ഉണ്ട്, stones.kuwait. അത് ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾക്ക് നോക്കിയാൽ ഇവരുടെ സ്റ്റോൺസ് ഹാൻഡ് മെയ്ഡ് ജ്വല്ലറി ഒക്കെ അവിടെ കാണാൻ പറ്റും. ഏട്ടനാണ് ഗിഫ്റ്റ് കിട്ടിയതെങ്കിലും കോൾ അടിച്ചത് എനിക്കാണ്. ഇതാണ് സെർപെന്റൈൻ സ്റ്റോൺ. ദിസ് സ്റ്റോൺ ഈസ് ടോൾഡ് ടു ബാലൻസ് മൂഡ് സ്വിങ്സ്, പ്രൊട്ടക്ട്സ് ഫ്രം നെഗറ്റീവ് എനർജി, ബ്രിങ്സ് നോളജ്, വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. സിമ്പിൾ ആയൊരു മാല ആൻഡ് എലഗന്റ് ടു. ഒരുവിധം എല്ലാ ഔട്ട്ഫിറ്റ്സിനും ഈ സ്റ്റോൺ കളർ ചേരും. ആൻഡ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അപ്പം അടുത്ത ഗിഫ്റ്റ് എന്താണെന്ന് നോക്കാം. എന്തായിരിക്കും? എനി ഗസ്? എന്താ? ഇതൊരു പ്രത്യേക ടൈപ്പിലെ ക്ലോഷറാണ്. അത് ഇങ്ങനെയല്ലേ? ഓക്കെ. എന്താ സംഭവം? നെക്സ്റ്റ് വൺ ഇസ്, ഇത് എനിക്കൊന്ന് ലിഡിയ മാമിന്റെ ക്രാഫ്റ്റ് വർക്ക് ആണോ? ഇതിലുണ്ട് ഇതിന്റെ ഡീറ്റെയിൽ. ഇത് കാർഡ് ഉണ്ട് ആണ്. ഇത് ലിഡിയ മാമിന്റെ. ഇത് ലിഡിയ മാമിന്റെ ആണല്ലേ? യാം. ഇങ്ങനെയുണ്ട്. അപ്പം ഇത് ലിഡിയ മാമിന്റെ ക്രാഫ്റ്റ് വർക്കിൽ വരുന്നൊരു സംഭവമാണ് കേട്ടോ. ഇറ്റ്സ് സോ ക്യൂട്ട്. ഓക്കെ, ഇതെല്ലാം ഇവിടെ പർച്ചേസ് ചെയ്യാൻ കിട്ടുന്ന സാധനങ്ങളാണ്. ഇവരുടെ എന്തായാലും പറയാ, സ്റ്റോർ ആണോ? ഇവരുടെ ഗിഫ്റ്റ് ഷോപ്പിൽ ഇത് കളക്ട് ചെയ്യാൻ പറ്റും. ഇവരുടെ ഗിഫ്റ്റ് ഷോപ്പിൽ ഒത്തിരി സാധനങ്ങളുണ്ട്. പെയിന്റിങ്സ് ഉണ്ട്, ബ്രേസ്ലെറ്റ്സ്, അതുപോലെ ഈ പറഞ്ഞ പോലെ ഹാൻഡ് മെയ്ഡ് ജ്വല്ലറി, പെയിന്റിങ്സ് ഞാൻ പറഞ്ഞു. മിറർ ആർട്ട് വർക്കിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഇവരുടെ ഗിഫ്റ്റ് ഷോപ്പിൽ വന്ന് കളക്ട് ചെയ്താൽ മതി, അല്ല മേടിച്ചാൽ മതി. അപ്പോൾ ഈ വർഷം അടിപൊളി.
2 ഗിഫ്റ്റ് അടിച്ച് നടക്കുക. വിഷുവിന്റെ തലേന്നാ. എനിക്ക് ട്രീറ്റ് വേണം. വിഷുവിന്റെ മുമ്പിലത്തെ ദിവസമാണ്. And that's a cute and soft yarn. അപ്പൊ എനിക്ക് ട്രീറ്റ് വേണം. 2 ഗിഫ്റ്റ് അടിച്ചിരിക്കുക. ട്രീറ്റ് ഒക്കെ തരും. ട്രീറ്റ് എന്താണ്? നോക്കാം പറ. ട്രീറ്റ് ഇത് തന്നെ ഒരു ട്രീറ്റ് ആണല്ലോ. അല്ല, that you got the gift, okay? So I need something. എന്താണ് എങ്ങോട്ടാ ഓടുന്നേ? പറ. അടുത്തത് എങ്ങോട്ടാ? എനിക്ക് ട്രീറ്റ് വേണം. ട്രീറ്റ് എവിടുന്നാ? നമുക്ക് മുറൂജ് പോയാലോ? മുറൂജ് ആ വിന്റർ മാർക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലം അല്ലേ? മുറൂജില് പോവാ. പക്ഷെ അവിടെ എന്താ ചെയ്യാൻ പോന്നെ? എവിടുന്ന്? അതൊക്കെ ഗിഫ്റ്റ് അല്ല, എന്താ പറയാ, ട്രീറ്റ് തരുന്ന ആളുടെ ചോയ്സ്. എനിക്ക് ട്രീറ്റ് കിട്ടിയാ മതി. അപ്പൊ ഏറ്റേ റെഡി? ഓക്കെ, ആ വിട്ടോ വണ്ടി. അപ്പം ഇതാണ് നമ്മുടെ മിറർ ഹൗസ്. അപ്പം മിറർ ഹൗസിലേക്ക് വരാൻ ഇൻട്രസ്റ്റ് ഉള്ളവരെല്ലാവരും, എന്താ പറയുക, കണ്ടിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് ഈ മിറർ ഹൗസ് കണ്ടേക്കണം. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ഹോം. മിറർ ഹൗസ് എന്ന് പറയുന്നതിലുപരി ഐ ഫെൽ ലൈക്ക് ഇറ്റ്സ് ആക്ച്വലി എ മിറാക്കിൾ ഹോം. ഈച്ച് ആൻഡ് എവറി റൂം ഹാസ്, എന്താ പറയുക, ഒരു യുണീക്ക് സംഭവങ്ങളല്ലേ, ഒരു മിറാക്കിളാണ് മൊത്തത്തിൽ. പിന്നെ ഞങ്ങളോട് ഞങ്ങളുടെ വ്ളോഗ് ഞങ്ങൾ ജലീല മാമിന് കാണിച്ചിരുന്നു. അപ്പം മാം ഞങ്ങളോട് ഒരു കറക്ഷൻ പറഞ്ഞിരുന്നു. ഒന്ന്, ഇത് ഈ മിറർ ഹൗസിന്റെ ലൊക്കേഷൻ ഇറ്റ്സ് ഇൻ കഡ്സിയ ആണ്. കുവൈറ്റ് സിറ്റി എന്ന് പറയുന്നത് കൂടുതൽ കഡ്സിയ എന്ന് പറയുന്നതാണ് അല്ലേ? നമ്മൾ ഹവലി എന്നാ പറഞ്ഞല്ലേ? സോറി, അത്രേ ഉള്ളൂ. പക്ഷേ പ്രോപ്പർ ലൊക്കേഷൻ ഇസ് ഇൻ കഡ്സിയ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞത്, നമ്മൾ വൺ ഓഫ് ദ റൂമിന്റെ പേര് ഞങ്ങൾ പറഞ്ഞത് സോഡിയാക് റൂം എന്നായിരുന്നു അല്ലേ? പക്ഷേ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ആസ്ട്രോണമി ഓർ സോഡിയാക് റൂം, അങ്ങനെയായിരുന്നു ഒരു കറക്ഷൻ പറഞ്ഞത്. അത്രയേ ഉള്ളൂ. ആൻഡ് ആക്ച്വലി അവർക്ക് നമ്മുടെ വ്ളോഗ് നല്ല ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മാം ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഇന്ന് ഈ ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്തിട്ട് മാം പറഞ്ഞു ഒന്ന് ഇതും കൂടി ഷൂട്ട് ചെയ്തേക്കണേ എന്ന്. സോ വി ഫെൽ സോ ലവ്ഡ് ആൻഡ് ബ്ലെസ്ഡ്. അങ്ങനെ ഗിഫ്റ്റൊക്കെ കളക്ട് ചെയ്ത് ഏട്ടൻ എനിക്ക് ട്രീറ്റ് തരാൻ പറഞ്ഞു. കാരണം ആൾക്ക് എന്താ പറയാ, ഡബിൾ ഗിഫ്റ്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ ഇറ്റ്സ് ഓൾ വെരി ലവ്ലി ആൻഡ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്സ്. അപ്പം അതിന്റെ വകയായിട്ട് എനിക്ക് ട്രീറ്റ് തരാന്നാ പറഞ്ഞത്. അപ്പൊ ട്രീറ്റ് തരുന്നത് എന്താണ്, മുറൂജ് എന്ന് പറഞ്ഞ ലൊക്കേഷൻ അല്ലേ? ഇറ്റ്സ് എ ഫുഡ് കോർട്ട്, ഐ ഗസ്. ഫുഡ് കോർട്ട്. നമ്മൾ ഇതുവരെ പോയിട്ടില്ലാത്ത ഒരു ലൊക്കേഷനാണ്, ഒന്ന് പോയി നോക്കാം. ആക്ച്വലി അവിടെ വിന്റർ മാർക്കറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് നമ്മൾ വേറെ കുറച്ച് ഇവന്റ്സ് കാരണം ഇവിടെ പോകാൻ പറ്റില്ല. പിന്നെ അത് സെയിം ടീമായിരുന്നു, ഭക്ഷയുടെ ഫുഡ് മാർക്കറ്റ്സ് ഒക്കെ ആയിരുന്നു അല്ലേ അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത് അവോയ്ഡ് ചെയ്ത് വേറെ ഇവന്റ്സിനൊക്കെ പോയത്. സോ അന്ന് മുതലേ മുറൂജ് ഒരു ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷെ അത് ഇന്ന് ഓർക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എന്റെ മനസ്സിൽ നിന്ന് അത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. സോ ലെറ്റ്സ് സീ മുറൂജ് എങ്ങനെയുണ്ട്, അവിടുത്തെ സ്പോട്ടൊക്കെ അടിപൊളിയാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാം അല്ലേ? സോ ലെറ്റ്സ് ഗോ. ഏട്ടൻ ഒരു റാഫിൾ ഡ്രോ ആദ്യമായിട്ട് വിൻ ചെയ്തെന്ന് പറഞ്ഞപ്പം ഐ ഫീൽ സോ ഹാപ്പി. ഈ കുഞ്ഞു കുഞ്ഞു മൊമെന്റ്സ്, നമ്മുടെ ക്യൂട്ട് ലിറ്റിൽ മൊമെന്റ്സ് ഒക്കെ നമ്മൾ എന്നും ഓർത്തിരിക്കേണ്ടേ അല്ലേ? അപ്പം അതുകൊണ്ടാണ് ഇതൊരു കുട്ടി വ്ളോഗ് ആയിരുന്നെങ്കിൽ കൂടിയിട്ടും ഞങ്ങൾ ഇത് ക്യാപ്ചർ ചെയ്തത്. സോ നമ്മളിപ്പോൾ മുറൂജിലെ ഉബോണിലേക്കാണ് പോകുന്നത്, വിച്ച് ഇസ് എ തായ് റെസ്റ്റോറന്റ്. ഇതാണ് മുറൂജിന്റെ നൈറ്റ് വ്യൂ. ആൻഡ് ഗൈസ്, സീ ദ ബ്യൂട്ടി ഓഫ് മുറൂജ്. ഇത് ഉബോണിന്റെ ഇൻഡോർ ഡൈനിങ് ആണ്. തണുപ്പ് മാറി തുടങ്ങിയത് കൊണ്ട് എല്ലാവരും ഔട്ട്ഡോർ ഡൈനിങ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഞങ്ങൾ പ്രിഫർ ചെയ്തതും ഔട്ട്ഡോർ ഡൈനിങ് ആണ്. ഡേ ടൈം ആയിരുന്നെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ടിന്റെ ശരിക്കുള്ള ബ്യൂട്ടി നിങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു. ഈ ഒരു വിസിറ്റ് സഡൻ പ്ലാൻ ആയതുകൊണ്ടും പിന്നെ വിഷുക്കണിയൊക്കെ ഒരുക്കാനുള്ളത് കൊണ്ടും മുറൂജിന്റെ ഫുൾ ബ്യൂട്ടി ഞങ്ങൾ അന്ന് ക്യാപ്ചർ ചെയ്തിട്ടില്ല. നിങ്ങൾക്കത് ഞങ്ങൾ ഒരു സെപ്പറേറ്റ് വ്ളോഗായിട്ട് പിന്നീട് കാണിച്ചു തരുന്നതായിരിക്കും.
ഞങ്ങളിപ്പം ഒരു തായ് കുസീൻ കഴിക്കാൻ വേണ്ടി ഉബോൺ എന്ന റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. ഉബോണിൽ ഞങ്ങൾ ആദ്യമായിട്ടല്ല വരുന്നത്. ഞങ്ങൾ ഇതിന് മുന്നേ അവന്യൂസ് മോളിൽ ഇതിൻ്റെ സെയിം ബ്രാഞ്ചുണ്ട്. അപ്പം അവിടെ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ മുറോജിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ്. മുറോജ് ശരിക്കും നല്ല രസമുണ്ട്. ഔട്ട്ഡോർ ഡൈനിങ്ങിന് പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ കുറേ നടക്കാനും കാണാനും അങ്ങനെയൊക്കെ ഉണ്ട്. മ്യൂസിക്കൽ ഫൗണ്ടനും അങ്ങനെ കൊള്ളാം സ്ഥലം. കുട്ടികൾക്കും കുറേ ഏരിയൊക്കെ നല്ല നല്ല വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ഒരു ദിവസം വ്ളോഗായിട്ട് ഇത് കാണിക്കാം. കാണിക്കാം. ജാസ്മിൻ ടീ കൊള്ളാട്ടോ. എങ്ങനെയുണ്ട് സൂപ്പ്? ഇത് കൊള്ളാം, നല്ല സാധനമാണ്. നമ്മൾ നേരത്തെ അവിടുന്ന് കുടിച്ചിട്ടുള്ളതാണ് സൂപ്പ്. തായ് സ്പെഷ്യൽ സൂപ്പാണ് വിത്ത് കോക്കനട്ട് മിൽക്ക്. ഈ സൂപ്പ് ഞങ്ങൾക്ക് പൊതുവെ ഭയങ്കര ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സൂപ്പാണിത്. അതുകൊണ്ട് ഇത് തന്നെയാണ് വീണ്ടും ഓർഡർ ചെയ്തത്. ബാക്കി സംഭവങ്ങളൊക്കെ പുതിയ സംഭവങ്ങളാ അല്ലേ? യുവർ ബാക്ക്ഗ്രൗണ്ട് ഇസ് നൈസ്. ഇതൊരു മഷ്റൂമാണ്. പേരറിയില്ല, നമ്മൾ കാണാറുണ്ട് ഈ മഷ്റൂം. മേടിച്ചിട്ടില്ല ഇതാരും. നോക്കട്ടെ. മഷ്റൂം ട്രാൻസ് ആയിട്ടുള്ള മഷ്റൂം. സോ ഇതൊരു ക്രീമി കോക്കനട്ട് സൂപ്പാണ് വിത്ത് ലെമൺ ഗ്രാസ്, മഷ്റൂംസ് ആൻഡ് ഷ്രിംപ് ആഡഡ്. Thank you. Mushroom rice. Thank you, hubby. മതി മതി, ഞാൻ അത്ര റൈസേ കഴിക്കൂ. അയ്യടാ, ഇപ്പൊ തന്നെ തടിച്ച് മത്തങ്ങ പോലെ ഇരിക്കുവോ? ഇനി ഞാൻ എന്റെ ഹബ്ബിക്ക് സെർവ് ചെയ്തരാം. അതെന്താ? ഓ താങ്ക് യു താങ്ക് യു. എനിക്ക് ഗ്രേവി മതി. ഈ ഗ്രീൻ കറിയുടെ കളറ് അടിച്ചുപൊളിയായില്ലേ? ഗ്രീൻ കറി എന്താണെന്നുള്ളത് നോക്കണം. നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ ഒരു ഗ്രീൻ കറി ഓപ്റ്റ് ചെയ്യുന്നത്. സോ ഹബ്ബി സ്പെഷ്യൽ സേർഡ് ഫുഡാണ് ഈ കാണുന്നത് കേട്ടോ. പാവന്റെ ഹബ്ബി വളരെ കഷ്ടപ്പെട്ട് ഏന്തി വലിഞ്ഞിട്ടൊക്കെ വിളമ്പി തന്നതാണ്. ഹബ്ബിക്ക് വേണ്ടി എടുത്തോ? എടുത്തോണ്ടിരിക്കും. ഞാൻ ഗ്രീൻ ചിക്കനാന്ന് വിചാരിച്ച് കഴിച്ചതും ബേബി കോൺ ആയിരുന്നു. ഈ ചിക്കൻ നോക്കട്ടെ കേട്ടോ. ഇതാണ് ചിക്കൻ തോന്നുന്നു. യെസ്, ഇതാണ് ചിക്കൻ. എനിക്ക് ഈ കളറ് കണ്ടപ്പോൾ തന്നെ ഇത് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാനാ തോന്നി, റൈസിനേക്കാളും മുന്നേ. കൊള്ളാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഫ്ലേവർഫുൾ ചിക്കനാണ്. ആ ഗ്രീൻ കറിയുടെ എസൻസ് ഒക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഈ ഗ്രീൻ കറി എന്താണെന്ന് അറിയില്ല അല്ലേ? എന്താ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് നോക്കണം. പിന്നെ ഇതിൽ എനിക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനം എൻ്റെ ഹബ്ബി എനിക്ക് സെർവ് ചെയ്ത് തന്നിട്ടുണ്ട്.
വിച്ച് ഈസ് നത്തിങ് ബട്ട് ദ ക്യാരറ്റ്. എനിക്കിങ്ങനെ കറിയിലുള്ള ക്യാരറ്റ് കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എനിക്കിങ്ങനെ ആ റോ ക്യാരറ്റ് കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം. ഇനി ഞാൻ റൈസ് ഒന്ന് നോക്കട്ടെ. ആക്ച്വലി ഈ റൈസ് കണ്ടിട്ടൊരു സ്റ്റിക്കി റൈസ് പോലെ ഉണ്ട് അല്ലേ? അതെ, സ്റ്റിക്കി റൈസ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റിക്കി റൈസ് ആണ് വിത്ത് മഷ്റൂംസ് ആഡഡ്. കുറച്ച് ഓയിലി ആയിട്ട് തോന്നുന്നുണ്ട്. ഏട്ടന് എങ്ങനെയാ തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു റൈസ് സ്റ്റിക്കി ആക്കുമ്പോൾ കുറച്ച് ഓയിൽ ആഡ് ചെയ്യും തോന്നുന്നു. ആണോ? ആണെന്നാ തോന്നുന്നു. അപ്പൊ ഇനിയിപ്പോ നമ്മള് മാംഗോ സ്റ്റിക്കി റൈസ് പറയണ്ടല്ലേ? ഓൾറെഡി സ്റ്റിക്കി റൈസ് കഴിച്ചില്ലേ? ഇവിടെ പക്ഷെ സ്വീറ്റ് ഓപ്ഷൻസും കുറവാണ് ആക്ച്വലി. ഇൻ ദ സെൻസ് ഡെസേർട്ട്സ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഓപ്ഷൻ മാംഗോ സ്റ്റിക്കി റൈസും പിന്നെന്താ മഡ് കേക്ക് അല്ലേ? മഡ് കേക്കും ആണ്. ഇത്രയും സാധനം കഴിച്ചിട്ട് ഇനി കഴിക്കാൻ ഒരു ശേഷിയില്ല. സാധാരണ മാംഗോ സ്റ്റിക്കി റൈസ് ഹെൽത്തിയും മഡ് റൈസ് അൺഹെൽത്തിയും. മഡ് കേക്ക് അല്ലേ? മഡ് കേക്ക്. മഡ് കേക്ക് പിന്നെ ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം ഇത്രയും യൂഷ്വലി ഞങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവം കഴിച്ചാൽ ഒരു ഡെസേർട്ട് കഴിക്കുന്നതാണ്. ഇനി എന്താ പറയുക, വൈറൽ ഫീവറൊക്കെ പിടിച്ച് ഒന്ന് മാറി വന്നതേ ഉള്ളൂ. അപ്പോൾ ഐസ്ക്രീമും അല്ലെങ്കിൽ ഇങ്ങനത്തെ തണുത്ത സംഭവങ്ങളൊന്നുമില്ല. ഇവിടെ ആക്ച്വലി കുറേ തായി ഐസ് ടീ, പിന്നെ എന്തായിരുന്നു കോക്കനട്ട് ഐസ്, കോക്കനട്ട് വിത്ത് മാംഗോ, കോക്കനട്ട് മിൽക്ക് അല്ലേ? കോക്കനട്ട് വിത്ത് മാംഗോ, അങ്ങനെ കുറേ ഡ്രിങ്ക്സ് ഉണ്ട്. അതൊക്കെ ഈ തണുത്ത ഐറ്റംസിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈ നമുക്ക് ഇങ്ങനത്തെ കോഫി ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഓൺലി ടീ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഞങ്ങൾ ജാസ്മിൻ ടീ ഓർഡർ ചെയ്തത്. അതല്ലാതെ ഈ ഡെസേർട്ടായിട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയേ ഉള്ളൂ. അപ്പം വെറും 2 ഡെസേർട്ടേ ഉള്ളൂ ഇവിടെ. അത്രയും ക്വാണ്ടിറ്റി കഴിക്കാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ട് ഇന്നിപ്പോൾ ഡെസേർട്ട് വേണ്ടെന്ന് വെക്കേണ്ടി വരും അല്ലേ? കാരണം ഇതന്നെ കഴിച്ച് തീരുന്നില്ല, കുറേ ഉണ്ട്. ഈ ഗ്രീൻ കറിയിൽ ചിക്കൻ മാത്രമല്ല, ഇതിൽ കുറേ വെജിറ്റബിൾസ് ഉണ്ട്. ഇതിൽ ബ്രോക്കോളീസ് അല്ലേ? ചിക്കൻ, ബ്രോക്കോളി, ക്യാരറ്റ്, എന്താണ് ഇത്? എന്തോ അണിയൻ ആണോ, ബ്രിഞ്ചാളാണോ, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നല്ല സോൾട്ടിയാണ് കറി കുറച്ച്. ഇതിൽ ബേബിക്കോൺ, ബ്രോക്കോളീസ്, ക്യാരറ്റും ചിക്കനും അല്ലേ? പിന്നെ ഇതിൽ ഇവർ സോസും ഇങ്ങനത്തെ കുറച്ച് ലെമണും പിന്നെ ഒരു എന്താ പറയുക, ഇതുപോലെ ഒരു ഗ്രീൻ ഒരു ചട്നി പോലെ ഒരു സംഭവം, ചെറിയ സ്പൈസി ഒക്കെ ആയിട്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് കൂട്ടി കഴിക്കാനാണ് എനിക്കിഷ്ടമായത്. ഞങ്ങൾക്ക് ഔട്ട്ഡോർ ഡൈനിങ് എൻജോയ് ചെയ്യാൻ ഇപ്പോഴേ പറ്റുള്ളൂ. സമ്മർ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഔട്ട്ഡോർ ഡൈനിങ് ഒന്നും പോസിബിൾ അല്ല. അപ്പോൾ ഇന്നാണെങ്കിൽ നല്ല കാറ്റുണ്ട്. ഇതല്ലല്ലോ അല്ലേ ഏട്ടാ, സാൻഡ് സ്റ്റോൺ ഒന്നുമല്ല. പക്ഷെ നല്ല സുഖമുണ്ട്. ഒരു കുറച്ച് എന്താ പറയുക, കാറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് പുറത്ത് ഇങ്ങനത്തെ ഒരു ഓപ്പൺ സ്പേസിലൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ നല്ല സുഖമുണ്ട്. സോ ഐ ലവ് ഇറ്റ്. ആക്ച്വലി ഈ വ്ളോഗ് എടുത്തതിന്റെ അടുത്ത ദിവസം നല്ല അടിപൊളി സാൻഡ് സ്റ്റോം ആയിരുന്നു കുവൈറ്റിൽ. അപ്പം ഞങ്ങൾ ഉബോണിൽ നിന്ന് ഇറങ്ങി നല്ല ഹെവി മീലായിരുന്നു. ഒരു ഡെസേർട്ട് കഴിക്കാൻ പോലും ഞങ്ങൾക്ക് ഇപ്പം സ്പേസ് ഇല്ല. അപ്പം ഇവിടെ ആക്ച്വലി നിങ്ങൾക്കൊരു ആനിവേഴ്സറി അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പെർഫെക്റ്റ് സ്പോട്ടാണ് അല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നല്ല ഫോട്ടോ പോയിന്റ്സും ഉണ്ട്, ഒത്തിരി നല്ല നല്ല ഏരിയ ഉണ്ട് കേട്ടോ. അപ്പം അവിടെ പിന്നെ ചില റെസ്റ്റോറൻറ്റ്സിൽ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ തൊട്ട് അടുത്ത റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഓരോ ഇങ്ങനെ ബർത്ത്ഡേ വിഷ്. ഇപ്പം ഏട്ടൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ചീസ് കേക്ക് ഫാക്ടറിയിൽ സർപ്രൈസ് കൊടുത്തതുപോലെ ഇവിടെയും അതൊക്കെ ഉണ്ട്. ചോക്ലേറ്റ് ബാർ അല്ലേ? ചോക്ലേറ്റ് ബാർ എന്ന് കഫേ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടേക്ക് അങ്ങനത്തെ ഒരു സർപ്രൈസസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം അതേപോലെ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ പോകണം എന്നൊക്കെ, എവിടെ പോകണം എന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് സ്പോട്ടാണ്. എല്ലാം കൊണ്ടും ഇന്നൊരു നല്ല ദിവസമായിരുന്നു. നമുക്ക് ആദ്യമായിട്ടാണ് ഒരു റാഫ്റ്റർ കിട്ടുന്നത്. ചെറിയ പ്രൈസ് ആണെങ്കിൽ കൂടി കൊള്ളായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു മെസ്സേജ് വരുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പം വി ആർ സോ ഹാപ്പി അബൌട്ട് ഇറ്റ് ആൻഡ് താങ്ക് യു ലിഡിയ മാം ആൻഡ് താങ്ക് യു ജലീല മാം. സോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം.
ഞങ്ങളുടെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു പ്രിയങ്ക പ്രജീത് വ്ളോഗ്സ്. ഗുഡ് നൈറ്റ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്.